പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അന്വേഷിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമയം. ആമേൻ. പ്രിയ സഹോദരരെ, കഴിഞ്ഞ 2-3 ദിവസം എൻ്റെ വീട്ടിൽ ധ്യാനം നടക്കുകയായിരുന്നു. കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസം ക്ലാസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴും ക്ലാസ് തീർന്നു. അതുകൊണ്ട് ധ്യാനമൊക്കെ സമാപിച്ച ആൾക്കാർ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലാസ് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു 2 പ്രാവശ്യം നമ്മുടെ കത്തോലിക്ക സഭ നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുണ്ടായി. അതിനകത്ത് നിഗൂഢാർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരേ ബൈബിൾ തന്നെ വായിക്കുക, അങ്ങനെ ചെയ്യുന്നു. ദൈവവചനം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല. മനുഷ്യന് നിത്യതയുണ്ടോ, സ്വർഗമുണ്ടോ, അതെവിടെയാണ്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണ്, എങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ നിത്യതയിലേക്ക് എടുക്കപ്പെടുന്നത്, ഇങ്ങനെ തുടങ്ങിയ ശാസ്ത്രീയവും ആത്മീയവും ആയ കാര്യങ്ങൾ. ശാസ്ത്രീയതയുണ്ട്, ആത്മീയമുണ്ട്, പ്രപഞ്ച സംബന്ധമായ രഹസ്യങ്ങളുടെ കാര്യങ്ങളുമെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ABCD പഠനം പോലും സഭയിൽ നടന്നിട്ടില്ല, നടക്കുന്നുമില്ല. പ്രത്യേകിച്ചും അവരുടെ മതബോധന ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്ലാസ്സോ പഠനമോ ഇല്ല. അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യവുമല്ല. എന്നാൽ ഈ വരും കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം, ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളും വെളിപ്പെടുത്തലും വരുന്നത്. അങ്ങനെ അതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം യുദ്ധം എന്ന നിലയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ യുദ്ധം ആരംഭിച്ച് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ 2027 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും, ആ 2027 എന്ന സംഖ്യ തുടങ്ങുമ്പോൾ 3-4 ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നും, അവിടെ നിന്ന് 2027 നിന്ന് 7 വർഷം കൂടുമ്പോൾ 2034 അഥവാ 26 അവസാനം 7 വർഷം കൂടുമ്പോൾ 2033 എന്ത് സംഭവിക്കുമെന്നും വ്യക്തമായിട്ട് എഴുതി ഒരു വചനം നമ്മൾ പഠിക്കാൻ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഞങ്ങൾ പറയുകയാണ്. കാരണം ഇത്രയും മുന്നറിയിപ്പിട്ട് പറയുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഭൗതികവും ശാസ്ത്രീയവും ആത്മീയവുമായ എല്ലാവിധ ത്രിതല സംഭവങ്ങളും ത്രിതല അടയാളങ്ങളും ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം 8 മുതൽ വായിക്കാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അതാണ് ആ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനകത്ത് വന്നിരിക്കുന്ന പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങളെല്ലാം പ്രഥമദൃഷ്ടിയ വായിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലെ യുദ്ധവസ്തുക്കളാണ്. അമ്പും വില്ലും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വാള്, പരിച. എന്നാൽ അതേ സംഭവം തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സത്യം. പക്ഷേ ആ പരിചയമല്ല ഈ പരിചയം. പക്ഷേ അതിൻ്റെ തിയറി അഥവാ സിസ്റ്റം, അതിൻ്റെ സമ്പ്രദായം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതേ തുല്യമാണ്. പ്രത്യേകിച്ചും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദാവീദ് രാജാവ് യുദ്ധം ചെയ്തപ്പോൾ ഗോലിയാത്തിനെ ഇങ്ങനെ കവിണക്കല്ല്, തെറ്റാലി എന്നൊക്കെ പറയും, ഇങ്ങനെ വലിച്ചു വിട്ടിട്ട് ഇങ്ങനെ വിട്ടിട്ട് അത് ആ നെറ്റിക്ക് കൊണ്ടിട്ടാണ് ആ ഗോലിയാത്ത് വീണത്. അതേ സമ്പ്രദായം തന്നെയാണ് അയൺ ഡോം. 7 വർഷത്തേക്ക് തീ കത്തിക്കും എന്ന് പറയുമ്പോൾ അമ്പുമെല്ല് ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ തീ കത്തുകയാണ് നമുക്ക് ന്യായമായിട്ട് അറിയാം. അപ്പോൾ ഇന്ന സമ്പ്രദായം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുകയാണ് ഇസ്രായേലിൻ്റെതും മറ്റു ലോകരാഷ്ട്രങ്ങളൊക്കെ കയ്യിലിരിക്കുന്ന അമ്പുമില്ല് എന്ന് പറയുന്ന മിസൈൽ ലോഞ്ചറുകളാണ്. അത് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ആ യുദ്ധങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയുമാണ്. അപ്പോൾ ആ 7 വർഷം എന്നത് തുടങ്ങുന്നത് 2 രീതിയിലാണ്. ഒന്ന്, 27 ജനുവരി മാസം ആഗോള 3-4 മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് 7 വർഷം എത്തുന്നത് 2034 എന്ന സംഖ്യയാണ്. അത് 2034 എന്ന സംഖ്യ ലോകാവസാനമാണ്. മറ്റൊന്ന് 2026 അവസാന കാലഘട്ടം. ഇപ്പോൾ ആരംഭിക്കുന്ന യുദ്ധങ്ങളിൽ നിന്നും അതിൻ്റെ സംഖ്യ പൂർത്തിയാകുമ്പോൾ 2026 നിന്നും 7 കൂട്ടുമ്പോൾ 33 കിട്ടും. അവിടെയും ഒരു സംഖ്യ, അത് 33 യുഗാന്ത്യമാണ്. യുഗാന്ത്യമായ 2033 കഴിഞ്ഞ് 34ലേക്ക് തുടക്കം മാത്രം.
ചില ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകാൻ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കുവാൻ ഗ്രഹിച്ചാൽ ഈ ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന അതിശക്തമായ ദൈവിക രഹസ്യങ്ങളെ ഗ്രഹിച്ചില്ല എങ്കിൽ ഗ്രഹിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവൻ പോയെന്ന് വരാം, നമ്മൾ വലിയ കഷ്ടനഷ്ടങ്ങളിൽ എത്തപ്പെട്ടെന്ന് വരാം, വലിയ പൈശാചി പീഡകൾ അനുഭവിച്ചെന്ന് വരാം, ദുഃഖവും ദുരിതം അത് പൂർണ്ണാവസ്ഥയിൽ അനുഭവിക്കേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ നമ്മൾ അയ്യോ എന്നുള്ള വിളി കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കി ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ഞാൻ ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ആകുവാൻ ആഗ്രഹിക്കേണ്ടത് എന്നൊക്കെ നാം പഠിച്ചില്ല എങ്കിൽ നമുക്ക് വരുന്ന നഷ്ടം നമ്മുടെ ജീവിതവുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഈ വചനത്തെ നമ്മൾ അത്രമാത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ തന്നെ എസെക്കിയേൽ 39:16 തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തമായ അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് കൂടി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ വായിക്കാം. അതിങ്ങനെയാണ് കാണുന്നത്: അവിടെയുള്ള പട്ടണം ഒരു അടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണ്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും എന്നാണ് കർത്താവ് വിളിച്ചത്. ആ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ മാംസം ഭക്ഷിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മലനിരകളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ സ്വയരക്ഷ നോക്കുവാൻ വേണ്ടി അവർ തൻ്റെ ജനത്തെ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നിലനിർത്തേണ്ടത് ദൈവത്തിനും ലോകത്തിനും മനുഷ്യനും ഇസ്രായേലിനും ആവശ്യമായതുകൊണ്ട് സർവശക്തനായ ദൈവം ഇസ്രായേൽ മലനിരകളുടെ മുകളിൽ ആണവ ആയുധങ്ങൾ കൊണ്ടുവെക്കും. അങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ആ ആഗോള മൂന്നാം ലോകമായുധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവർക്കെതിരെ വീണ്ടും മറ്റൊരു രാഷ്ട്രങ്ങളുടെ ആണവയുദ്ധം വരുമ്പോൾ അവർ എതിർ രാഷ്ട്രങ്ങളുടെ മേൽ അഗ്നിയെ അയക്കുമെന്നും കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അഗ്നി എന്ന് പറയുന്നത് ആണവ മിസൈലാണ്. അങ്ങനെ വരുമ്പോൾ ചുറ്റുമുള്ള ജനതകളിൽ അനേകം മനുഷ്യരുടെ ശരീരങ്ങൾ ചിതറിത്തെറിക്കുകയും മരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ സ്ഥലത്തിന് ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഹമോന എന്ന വാക്കിൻ്റെ അർത്ഥം ജനസഞ്ചയം എന്നാണ്. ഒരു ജനസഞ്ചയം, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടം അവിടെ നശിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അഥവാ ലോകാവസ്ഥത്തെക്കുറിച്ച്, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന പശ്ചാത്തലങ്ങളെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആത്മീയ തലങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രാപഞ്ചിക തലങ്ങളെക്കുറിച്ച്, അതിൻ്റെ കണക്കുകൂട്ടലുകളെക്കുറിച്ച് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് വിവിധ രീതിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് യളിദാസിൻ്റെ സഹോദരൻ സംസാരിക്കാനുള്ളതാണ് 2027 എന്ന സംഖ്യ തുടങ്ങുന്നത് തന്നെ ആഗോള മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചുകൊണ്ടും അതിൻ്റെ ഉദ്ഘാടനം എന്നതുപോലെ ആരംഭിച്ച് അതിശക്തമായിട്ട് യുദ്ധങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ, ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് രക്ഷപ്പെടാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളെ രക്ഷിക്കും, നമ്മളെ പരിപാലിക്കും, നമ്മളെ പോറ്റും, നമ്മളെ വളർത്തും, നയിക്കുമെന്ന് വിചാരിക്കുന്ന നാം വിശ്വസിക്കുന്ന ചില തത്വശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സഭാ സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയോ നമ്മളെ സംരക്ഷിക്കുകയോ ചെയ്യില്ല. അത് വഞ്ചിക്കപ്പെടുകയും നമ്മളെ വഞ്ചിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമെന്ന് നിങ്ങൾ ഗ്രഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തെ വചനത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നാം ഗ്രഹിച്ച് മനസ്സിലാക്കിയെടുക്കണം. മറ്റു സംവിധാനങ്ങളിൽ കൂടെ നമ്മൾ പോയെന്നാൽ ഇത് കിട്ടില്ല, അതിൻ്റെ പൂർണ്ണാവസ്ഥ കിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. അറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഫോൺ ചെയ്ത് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതു സംശയത്തിനും ഉത്തരം തന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും, മറുപടിയും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിൽക്കലാണ്. അതിൻ്റെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും ലോകത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ നാം യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള പ്രാർത്ഥനകൾ, ഒരുക്കങ്ങൾ, വിശദീകരണ പ്രക്രിയകൾ, ആത്മീയ ശുശ്രൂഷകൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പദ്ധതികൾ, പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഓടി നടന്ന് വിശദീകരണ പ്രക്രിയകൾ ആരംഭിക്കുക. കുമ്പസാരമാണെങ്കിൽ കുമ്പസാരം,
ധ്യാനങ്ങളാണ് ധ്യാനം, പാപപരിഹാര പ്രവൃത്തികൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയെ രൂപാന്തരപ്പെടുന്നത്. പിന്നീട് പഠിക്കുവാനോ കേൾക്കുവാനോ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ടാണ് ആമോസ് 12 പുസ്തകം 8-ാം അധ്യായം 12-ാം തീയതി പറയുകയാണ്, അന്ന് സുന്ദരികളായ യുവാക്കന്മാരും യുവതികളും കടൽ മുതൽ കടൽ വരെ കർത്താവിൻ്റെ വചനം തേടി ഉടരുമെങ്കിലും അവർ കണ്ടെത്തുകയില്ല. അങ്ങനെ കണ്ടെത്താതെ വരുമ്പോൾ അവർ അക്ഷീമ ദേവതയാണ്, ബാൽ ദേവനാണ് എന്ന് പറഞ്ഞ് അവരുടെ നാമത്തിൽ കള്ളസത്യം ചെയ്യും. അങ്ങനെ കള്ളസത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. ആ സ്റ്റേജിലേക്ക് നമ്മൾ എന്തെല്ലാം അന്വേഷിച്ചാലും, ആത്മീയ തലങ്ങൾ അന്വേഷിച്ചാൽ, ധ്യാനങ്ങൾ അന്വേഷിച്ചാൽ, ദേവാലയങ്ങൾ അന്വേഷിച്ചാൽ, ഉദാശകൾ അന്വേഷിച്ചാൽ കിട്ടില്ലാത്ത അവസ്ഥയ്ക്ക്, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെടും. അപ്പോൾ അതിനു മുമ്പ് ഈ പശ്ചാത്തലത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോഴാണെങ്കിൽ എൻ്റെ എളിദാസിന് എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ സഭയിലെ മറ്റ് ധാരാളം ധ്യാനങ്ങൾ കിട്ടും. അപ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരുക്കവും അതിന് എന്ന് തുടങ്ങും എന്നുള്ളതിനെ പറ്റിയ വ്യക്തമായ ക്ലാസ്സുകളാണ് എന്നിൽ കൂടെ ലഭിക്കുന്നത്. ഇനി വരുന്ന ആഴ്ച 16, 17, 18 തീയതികളിൽ വീണ്ടും എൻ്റെ ഭവനത്തിൽ ധ്യാന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾ കടന്നു വരിക, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക, ശരിക്കും ഒരുങ്ങുക. ഇതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി സർവശക്തനായ ഈശോനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സന്തോഷവും നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. അതിനെ നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.